ഗൈസ്, എന്തൊക്കെയുണ്ട്? സുഖല്ലേ? ഈ പോക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും മൂവി സീൻ ഓർമ്മ വരുന്നുണ്ടോ? കറക്റ്റ് ഇതേപോലെയല്ലേ? ഓ, പഞ്ചാബി ഹൗസ് ഒക്കെ കണ്ട് എന്തോരം ചിരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ദിലീപിന്റെ ഏത് മൂവിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണെന്ന് കമന്റ് ചെയ്യണേ. അല്ല, നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. എങ്ങോട്ടാന്നല്ലേ? നമുക്കൊരു മന്തി കഴിച്ചിട്ട് വരാം. ഈ മന്തി കഴിച്ചു കഴിഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ചയായി. സമയം കിട്ടിയില്ല വീഡിയോ ഇടാനായിട്ട്. ഞങ്ങളുടെ കോഴ്സൊക്കെ കഴിയാറായ സ്ഥിതിക്ക് ഞങ്ങൾ റൂംമേറ്റ്സ് എല്ലാവരും കൂടെ ഒന്ന് മന്തി കഴിക്കാൻ ഇറങ്ങിയതാ. കുറച്ചധികം ദൂരം നടക്കാനുണ്ടായിരുന്നു, എന്നാലും കൂടുതൽ വിശന്നാൽ കൂടുതൽ മന്തി കഴിക്കാമല്ലോ, അതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അങ്ങനെ മന്തി കഴിക്കാനെത്തി. പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കലും അതിൻ്റെ തിരക്ക്. അപ്പോഴത്തേക്കെന്താ മന്തി എത്തി. നിങ്ങൾക്ക് മന്തിയാണോ അതോ ബിരിയാണിയാണോ കൂടുതൽ ഇഷ്ടം? ഞാനൊരു ബിരിയാണി ഫാനാണ്. നല്ല ദമ്മിട്ട ബിരിയാണി കഴിക്കണതിൻ്റെ ടേസ്റ്റ് ഒന്നും ഈ മന്തിക്കില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും കഴിച്ചു തുടങ്ങിയിട്ടും അവിടെ ഇരുന്ന ഒരാൾ ഫോൺ നോക്കുന്നില്ലേ? ആള് സ്നാപ്പ് ഇടാണ്. എല്ലാ കൂട്ടത്തിലും കാണുമല്ലോ ഇങ്ങനെ ഒരാൾ. അങ്ങനെ ഞങ്ങൾ മന്തിയൊക്കെ കഴിച്ച് ഓരോ സൈഡായി കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എന്തോ ലക്കി ഡ്രോ കൂപ്പണൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്തുള്ള വിശാൽ മാർട്ടിൽ കയറി. ഈ കാര്യമായിട്ട് നോക്കുന്നതൊക്കെ കണ്ടാൽ ഇപ്പം എടുക്കുമെന്ന് പറയും പോലെയാ. പക്ഷേ എടുക്കത്തൊന്നുമില്ല, നോക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടുത്തെ സാധനങ്ങളൊക്കെ അത്യാവശ്യം അഫോർഡബിൾ ആട്ടോ. പിന്നെ അതൊക്കെ ഇട്ട് കുറച്ച് പട്ടി ഷോ ഒക്കെ കാണിച്ച് ഞങ്ങൾ ചുമ്മാ കറങ്ങി നടന്നു. പിന്നെ അവിടെ കുറേ ഇങ്ങനത്തെ കപ്സും അതൊക്കെ ഉണ്ട്. പെൺകുട്ടി വരുന്നുണ്ട്. ഇടയ്ക്ക് ഒരു പെണ്ണാടലും നടന്നു. അമ്മായി ഷുഗറാട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ചിരിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, ചുമ്മാ ഇരുന്ന് ചിരിച്ചോളും. പിന്നെ ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ ഷെഫ്. അങ്ങനെ ചുമ്മാ കറങ്ങി നടന്ന് എല്ലാവരും നല്ല ടയേർഡായി. എങ്ങനെയും ഒന്ന് റൂമിലെത്തിയാൽ മതി എന്നുള്ള അവസ്ഥയായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഇതേപോലെ ഇനി ഒരുമിച്ച് പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ പറ്റുമെന്ന് യാതൊരു ഉറപ്പില്ല. കാരണം എല്ലാവരും നാട്ടിൽ പോവുകയാണ്, ഓരോരുത്തരും ഓരോ സ്ഥലത്തുമാണ്. പിന്നെ ഓൾറെഡി ടയേർഡായതുകൊണ്ട് പോകുന്ന വഴിക്ക് ഏതൊക്കെയോ ബസ് സ്റ്റോപ്പിലൊക്കെ കയറി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ടാറ്റാ.